ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചെറിയ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ചെന്നൈയിൽ നിന്ന് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട്, അതായത് കോവിൽപ്പാളയം, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുള്ള കോവിൽപ്പാളയത്തേക്കുള്ള ചെറിയൊരു റോഡ് ട്രിപ്പിൻ്റെ കഥ. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ചെന്നൈയിലെ തുറൈപ്പാക്കം ലൊക്കേഷനിൽ നിന്നാണ്. ഒരു ശനിയാഴ്ച രാവിലെ 7 മണിക്കാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുന്നേ 2 തവണയും ഞങ്ങൾ ചെന്നൈ ടു കോയമ്പത്തൂർ ട്രിപ്പ് അടിച്ച സമയത്ത് ടോളൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഇത്തവണ ഞങ്ങൾ ഒരു ടോൾ പോലും കൊടുക്കാതെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ വീഡിയോ മറ്റുള്ള ആൾക്കാർക്കും ഒരു ഹെൽപ്പ് ആവുമെന്ന്. അങ്ങനെ യാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ശൊലിംഗനല്ലൂർ, സിരുസേരി, നാവലൂർ ഒക്കെ ക്രോസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഈ റോഡ് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ല ഇത് ഏതാണ് ഈ റോഡ്, എന്തൊരു ഭംഗിയെ കാണാൻ. ഇതാണ് രാജീവ് ഗാന്ധി IT എക്സ്പ്രസ് വേ. അങ്ങനെ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ 30 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ നമ്മൾ എത്തിയത് തിരുപ്പോരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കുളവും ഈ ഗോപുരവും ഒക്കെ ഇവിടുത്തെ ഒരു ഫേമസ് അമ്പലത്തിൻ്റെയാണ്. അതാണ് തിരുപ്പോരൂർ കന്ദസ്വാമി അമ്പലം. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിർത്തിയതും അമ്പലത്തിൻ്റെ വീഡിയോസും എടുത്തു. പിന്നെ ഒരു ഇഞ്ചി ടീയും ചെറിയ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. നിങ്ങൾ ഈ റോഡൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ. 2 സൈഡിലും ഫുള്ള് പച്ചപ്പും ഹരിതാപവുമായിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളൊരു ബോർഡ് കണ്ടത്. അടുത്ത ലൊക്കേഷൻ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ചെങ്കൽപ്പെട്ട്. അതായത് തിരുപ്പൂരിൽ നിന്ന് 25 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ചെങ്കൽപ്പെട്ട് ടൗൺ വരുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, എന്തൊരു ഭംഗിയാണ്. ഈ പച്ചപ്പ് 2 സൈഡ്, അതിൻ്റെ നടുവിൽ ഈ റോഡ്. ശരിക്കും എൻ്റെ ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ ഇതിലും ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ. പക്ഷെ നമ്മൾക്ക് പരിമിതിയുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ആരും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഞാൻ പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു പാഷനാണ്, ഭയങ്കര ക്രേസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതാരും കോപ്പി ചെയ്യരുത്. എൻ്റെ വ്യൂവേഴ്സിനെ ഞാനെടുത്ത വീഡിയോസ് കാണിച്ചാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ വീഡിയോസ് എടുക്കുന്നത് വണ്ടി ഓടിച്ചുകൊണ്ട്. അങ്ങനെ നമ്മൾ ചെങ്കൽപ്പെട്ട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് എത്തി, തമിഴ്നാട്ടിലെ. ഗൈസ്, നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ചെങ്കൽപ്പെട്ട് നിന്ന് 36 കിലോമീറ്റർ ദൂരെയുള്ള മേൽമറവത്തൂരാണ്. നിങ്ങൾ ഈ റോഡ് കണ്ടോ, സൂപ്പർ റോഡാണിത്. നടുവിൽ നല്ല മരങ്ങളൊക്കെ, വലിയ മരങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ലൊരു ഷെയ്ഡായിട്ട്. നമ്മളിപ്പോൾ ശരിക്കുമുള്ള ആ ഹൈവേ വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് തുറൈപ്പാക്കത്ത് നിന്ന് മേൽമറവത്തൂർ വരെ 2 ടോള് കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ നമ്മൾ ഈ ഒരു റൂട്ട് പിടിച്ചതുകൊണ്ടാണ് കേട്ടോ ടോളൊന്നും കൊടുക്കാണ്ട് നമ്മൾ രക്ഷപ്പെട്ടത്. കണ്ടോ ഗൈസ്, ടോള് കൊടുക്കാണ്ട് തന്നെ നമ്മൾ ഏറ്റവും അടിപൊളി റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റോഡും, വണ്ടിക്കൊന്നും പറ്റില്ല. നമുക്ക് നല്ല കാഴ്ചകൾ കണ്ട് പോവുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ മേൽമറവത്തൂർ സിറ്റി എത്തി. സിറ്റി ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഒരു ബോർഡ് കണ്ടു, ഗൂഡല്ലൂർ ഫോറസ്റ്റ് റിസർവ്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ആയെങ്കിലും പിന്നെ കാര്യം പിടികിട്ടി. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റിലൂടെയാണ്. കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റിലെ 2 ഫോറസ്റ്റ് റിസർവ് ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഗൂഡല്ലൂർ ഫോറസ്റ്റ് റിസർവും രണ്ടാമത് കാട്ടുകൂടല്ലൂർ ഫോറസ്റ്റ് റിസർവും. സത്യം പറഞ്ഞ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എന്നാൽ കൂടെ ഈ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഈ ഗ്രീനറി നിറഞ്ഞ ഈ റൂട്ടിലൂടെ പോകാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള റോഡുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ?
കുറേ സൈലൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചായിട്ട് പിന്നെ നമുക്ക് ചില സ്ഥലത്ത് ആൾത്തിരക്ക് കാണാൻ പറ്റും. ആ സ്ഥലത്ത് തന്നെ ബാരിക്കേഡ് വെച്ചിട്ട് സ്ട്രീറ്റ് ബൈക്കേഴ്സും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നൊരു ജംഗ്ഷൻ എത്തി. ആ ജംഗ്ഷൻ എത്തിയപ്പോൾ ഒരു സൈൻ ബോർഡ് കണ്ടു ലെഫ്റ്റ് സൈഡിൽ. ആ സൈൻ ബോർഡിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ നേരെ പോയി കഴിഞ്ഞാൽ കാഞ്ചീപുരം, ലെഫ്റ്റ് എടുത്ത് പോയാൽ ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ വരും. ഇപ്പോൾ കോയമ്പത്തൂരാണല്ലോ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആ വഴി പോകുമ്പോൾ തിരുവണ്ണാമലയും വരും. ഇങ്ങനത്തെ ഈ റോഡുകളിലൂടെ പോകുമ്പോഴൊരു ഭംഗി എന്താണെന്നറിയാം? ഈ വ്യൂ ആണ്. ഏത് റോഡ് നമ്മൾ തിരഞ്ഞെടുത്താലും വ്യൂ ആണ്. ഈ റോഡിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ദൂരത്തൊരു മല കാണാം. എന്തൊരു ഭംഗിയാണ്! ഈ ഒരു റോഡ് ട്രിപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി. ഈ തമിഴ്നാട്ടിൽ കുറേ അധികം സ്ഥലം ആൾതാമസം ഇല്ലാണ്ട് കിടക്കുന്നുണ്ട്. കാരണം നമ്മളെ കേരളത്തിൽ ഇപ്പോഴേ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾക്കൊരു സ്ഥലം പോലും ഇല്ല വാങ്ങിച്ചുകൊണ്ട് വീട് വയ്ക്കാനായിട്ട്. പക്ഷെ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് തമിഴ്നാട്ടിലെ പോളൂർ എന്നാണ്. പിന്നെ നമ്മൾ നേരെ മുകളിലായിട്ടൊരു സൈൻ ബോർഡ് കണ്ടു. പർവ്വതമലൈ, ചേങ്ങം, ഇതൊക്കെ നമ്മൾ പോകുന്ന റൂട്ടിലാണ്. പിന്നെ ഒരു ഡാം കൂടെ ഉണ്ട് നമ്മൾ പോകുന്ന റൂട്ടിൽ. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നത് പർവ്വതമല ദൂരത്തുനിന്നെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഈ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ദൂരെ എവിടെയെങ്കിലും പർവ്വതമല കാണാൻ പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി ഓടിച്ച് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വിൻഡോ താഴ്ത്തിയപ്പോൾ ചെറിയ സൗണ്ട് കേട്ടു അരുവിയുടെ. അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ ചെറിയൊരു ഡാം. ആ ഡാം വീഡിയോയിൽ എടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ പർവ്വതമല സ്പോട്ട് ചെയ്തത്. അങ്ങനെ പർവ്വതമലയും കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലും തിളങ്ങി നിന്ന പർവ്വതമല അങ്ങനെ ഞങ്ങൾ കണ്ണിൻ്റെ കൺമുന്നിൽ കണ്ടു. ദൂരത്താണെങ്കിലും. അങ്ങനെ ഞങ്ങൾ മതിമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. പർവ്വതമല ഒന്നുകൂടി അടുത്തെത്തി നമ്മളുടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി നല്ല വീഡിയോസ് എടുത്തു. അങ്ങനെ പർവ്വതമലയുടെ വ്യൂവും കിട്ടി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ചേങ്ങം എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ടൗൺ എത്തിയത്. ചേങ്ങം ടൗൺ ക്രോസ് ചെയ്ത് ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലം എത്തിയപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു. അവിടെ എന്തായിരുന്നു, ഫുഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളും ഇറങ്ങി അവിടുന്ന് നല്ല ദോശയും ബീഫ് കറിയൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ചെറിയൊരു പാലം കണ്ട്. ആ പാലം കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നി. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഒരു വലിയ മല ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ പർവ്വതമലയുടെ വേറൊരു സൈഡായിരിക്കുന്നു. പക്ഷെ എല്ലാം തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മറ്റൊരു മാർക്കറ്റിലെത്തി. അത്യാവശ്യം തിരക്കേറിയൊരു മാർക്കറ്റ്. അപ്പോൾ പേര് വായിച്ച് നോക്കിയപ്പോൾ ഹരൂരെന്നാണ് കണ്ടത്. സമയം ഏകദേശം ഉച്ചതിരിഞ്ഞ് 3 മണിയായിരുന്നു. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുടെ മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ 2 സൈഡിൽ നിൽക്കുന്ന ഈ തണൽ മരങ്ങൾ. ഇത് പുളിമരമാണ് കേട്ടോ. നേരത്തെ റോഡിൽ കണ്ടത് 2 സൈഡും പുളിമരമാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് പനയാണ്. ഇതിന് വേറെ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഈ പനകളുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ജമ്മനഹള്ളി. ഇങ്ങനെയുള്ള റോഡ് ട്രിപ്പുകളിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ കുറേ ഭംഗിയുള്ള ഗ്രാമങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ ഈ ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് കണ്ടോ? ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മഞ്ഞവടി എന്നാണ്. തമിഴിൽ എന്താ പറയുന്നറിയില്ല. എന്തായാലും ഇംഗ്ലീഷിൽ ആ ബോർഡ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലാവാൻ കഴിഞ്ഞത്, മഞ്ഞവടി RF. സത്യം പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ ഡ്രൈവിംഗ് അല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ബോറടി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു സ്റ്റേജ് എത്തിയായിരുന്നു. അപ്പം അവസാനത്തെ ഒരു 200 കിലോമീറ്റർ 150 കിലോമീറ്ററൊക്കെ ഞങ്ങൾ നല്ല സ്പീഡായിട്ടായിരുന്നു വിട്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ഥലങ്ങളിങ്ങനെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം സേലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ റോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ റോഡാണെങ്കിൽ ഭയങ്കര സ്മൂത്തും ഭയങ്കര വൈഡായിട്ടുള്ള റോഡായതുകൊണ്ട് നമ്മൾ എത്ര സ്പീഡിൽ പോയാലും അറിയില്ല. പക്ഷേ നിങ്ങളും ഡ്രൈവ് ചെയ്യുമ്പം 100-ൽ കൂടുതൽ പോകാണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ 80-ൽ കൂടുതൽ പോകാണ്ടിരിക്കുക. 80 നമ്മളുടെ ഹൈവേ റൂൾ അനുസരിച്ചിട്ടുള്ള സ്പീഡ്.
സമയം നോക്കിയപ്പോൾ സമയം ഏകദേശം 5:30 അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാനായിരുന്നു. പക്ഷെ ആ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ചവിട്ടി വിടുമായിരുന്നു പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട്. അങ്ങനെ ഏകദേശം 6:35 6:40 സമയത്ത് ഞങ്ങൾ ഈറോഡ് മെയിൻ റോഡ് ഗോപിച്ചെട്ടിപ്പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തി. അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നൂരെത്തി. അന്നൂരിൽ നിന്ന് പിന്നെ ഒരു 14 കിലോമീറ്ററേ ഉള്ളൂ കോവിൽപ്പാളയം. അവസാനം അന്നൂരായപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലെ ചാർജ് ഏകദേശം തീരാനായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയിട്ടുള്ള ആ ഒരു ആംബിയൻസിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതും കൂടി കവർ ചെയ്യാം.